ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ധൃതി പിടിച്ച് ഞാനിങ്ങോട്ട് ഓടുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേഗം വായോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ചാച്ചിയമ്മ അവിടെ കുരുവിള സിറ്റിയിൽ വെയിറ്റ് ചെയ്യും. അപ്പോൾ ചാച്ചിയമ്മേനെയും കൊണ്ടുവേണം പോവാൻ. അതെ അതെ. വണ്ടി ഇറങ്ങുന്നുണ്ടോ? അവിടെ വണ്ടി കിടക്കുന്നുണ്ട്, കയറാൻ കണ്ടില്ല. വണ്ടി വെച്ചാൽ നിൽക്കുന്ന വണ്ടി വിളിച്ചിട്ടില്ല, അത് വരുന്നു. പള്ളിയിൽ കുറച്ച് നേരം നിന്ന ശേഷം ഞാനും ചാച്ചിയമ്മയും അമ്മയുടെ ആങ്ങളെയും അതുപോലെ തന്നെ അമ്മയുടെ ആങ്ങളയുടെ വൈഫ് എല്ലാവരും കൂടി ശ്മശാനത്തിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയും കല്ലറയല്ല, കുഴിമാടേ ഉള്ളൂ. അപ്പോൾ കല്ലറ പണിയാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തിരി വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു. അവർ തിരിയൊക്കെ വെക്കുന്നതൊക്കെ കണ്ട് ഞാനും തിരി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചാച്ചിയമ്മയും പിന്നെ അടുത്ത് നിന്ന് അമ്മയുടെ ഒരു അനിയത്തിയാണ് കേട്ടോ, റോസ്ലി ആൻറ്റി. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ തിരിയൊക്കെ വെക്കുന്ന കണ്ടു. ശേഷം ഞാൻ നമ്മുടെ ചാച്ചായുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ചാച്ചായുടെ കല്ലറയുടെ സൈഡിലൊന്നും വൃത്തിയാക്കി ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആശുപത്രിയിലൊക്കെ പോയൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്കും അമ്മയ്ക്കും ഒന്നും ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തിരിയും വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം കരഞ്ഞിട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് കേട്ടോ. അപ്പം തന്നെ അമ്മയുടെ ആങ്ങളെയും വന്ന് കുറച്ച് നേരം കല്ലറയുടെ അടുത്ത് നിന്നു. അങ്ങനെ ഞാൻ തിരിച്ച് കയറിപ്പോകാൻ തുടങ്ങണം. അപ്പോൾ എല്ലാവരെയും കുടുംബക്കല്ലറയിലൊക്കെ അവർ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കയറണം. അങ്ങനെ അമ്മയുടെ ആങ്ങളയുടെ വൈഫാണ് വരുന്നത്. പിന്നെ ഇതാണ് അമ്മയുടെ കുഴിമാടം. അതിന് തൊട്ട് മേളിൽ ചാച്ചിയമ്മ നിൽക്കുന്നിടത്ത് അച്ഛൻ്റെ കുഴിമാടം. അതിന് രണ്ടിടത്തായിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം തിരിയൊക്കെ വെച്ച ശേഷം നമ്മൾ കയറി പള്ളിയിലേക്ക് പോവുകയാണ്. ചാച്ചിയമ്മ ചെറുതായിട്ട് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അപ്പനമ്മമാർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മക്കൾക്ക് വലിയൊരു വേദനയായിരിക്കുമല്ലോ. അങ്ങനെ ഞാനും ചാച്ചിയമ്മയും എല്ലാവരും കൂടി പള്ളിയുടെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ പ്രദക്ഷിണം പോകാനായിട്ട് പള്ളിയുടെ ഉള്ളിൽ കുറച്ച് നേരം ഇരുന്ന ശേഷം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. കഴിഞ്ഞ തവണത്തെ അത്ര ആളുകളൊന്നും ഈ തവണ പെരുന്നാളിന് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ താഴെ കുരിശടിയിലേക്കാണ് പ്രദക്ഷിണം പോകുന്നത്. എന്നിട്ട് തിരിച്ച് കയറി പോവും. അപ്പോൾ ഇന്നലെ തുടങ്ങിയ പെരുന്നാളാണ്, പക്ഷേ ഇന്നലെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞല്ലോ, ആശുപത്രി പോയേക്കുമായിരുന്നു ഏലിക്കുട്ടിയമ്മേനെയും കൊണ്ട്. പിന്നെ ഏലിക്കുട്ടിയമ്മ വന്നില്ലെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇന്നലെ ആശുപത്രിയിലൊക്കെ പോയി വന്ന ശേഷം കൈക്ക് ചെറിയ വേദന കൂടുതലാണ്. അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ ഇടാൻ കുറച്ച് പാടായതുകൊണ്ട് പിന്നെ പള്ളിയിൽ വന്നിരിക്കുകയൊക്കെ ചെയ്യണ്ടേ, നല്ല തിരക്കൊക്കെ ആയിരിക്കും എന്നൊക്കെ ഓർത്താണ് അമ്മ വരാതിരുന്നത്. പിന്നെ ഞാൻ വന്ന് നമ്മുടെ പള്ളിയിലൊരു വിശേഷപ്പെട്ട ഒരു പെരുന്നാൾ നടക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് മാറ്റി വെക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാനും വന്നത്. അപ്പോൾ രാവിലെ അമ്മയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് വീട്ടിലെ പണിയൊക്കെ തീർത്ത ശേഷമാണ് ഞാൻ ഓടിയത്. അതുകൊണ്ട് രാവിലെ തന്നെ ഇൻട്രോ ഒന്നും എനിക്ക് വീട്ടിൽ നിന്ന് നല്ല രീതിയിലൊന്നും എടുക്കാൻ പറ്റിയില്ല.
കുരിശടിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പള്ളിക്കുള്ളിലേക്ക് കയറാണ്. അപ്പോൾ പള്ളി ചുറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ഉള്ളിൽ കയറുന്നത്. പിന്നെ താഴെ പ്രാർത്ഥന കാണിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്നവരെയൊക്കെ അവരങ്ങ് കയറ്റി വിട്ടു ഫ്രണ്ടിലേക്ക്. അങ്ങനെ ഉള്ളിൽ കയറുകയാണ് പള്ളിയുടെ. അപ്പം ഒരു കൊട്ടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലേ, ഇതാണ് ആദിബലം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പ്രാർത്ഥന തുടങ്ങുകയാണ്. 10 മണി തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗൊക്കെ ഒരു കസേരയിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ കസേരയിൽ പോയിരുന്നു. അപ്പോൾ നമ്മുടെ ബിഷപ്പും പിന്നെ അച്ഛന്മാരെല്ലാവരും കൂടി നമ്മുടെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വന്നു. ഇനി പ്രാർത്ഥന തുടങ്ങുകയാണ്. അപ്പോൾ ചിലപ്പോൾ 1 മണി 2 മണി വരെയൊക്കെ ഉണ്ടാവും. ഇന്ന് കുർബാനയും കൂടെ ഉള്ളതുകൊണ്ട് താമസം ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ കുർബാന സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കൈക്കാരൻ ചേട്ടനാണ്, ബാലുചേട്ടൻ. ചേട്ടൻ നന്ദി പറയുകയാണ്, കൃതജ്ഞത പറയുകയാണ് കേട്ടോ. ഈ പെരുന്നാളിന്റെ പേരിൽ ഞാൻ ആശംസ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദികർക്കും സഭാ ശുശ്രൂഷകർക്കും പലയിടങ്ങളിലായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ സഭയുടെ പേരിലും എൻ്റെ പേരിലും രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശബ്ദം വിളിച്ചും നൽകിക്കൊണ്ടിരിക്കുന്ന ജോയിസിന് ഈ സഭയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ മൈക്ക് പള്ളിക്കുള്ളിൽ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കൊടുത്ത് ശേഷം നമുക്കിവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാമെന്ന് വിചാരിച്ച്. ചെറിയൊരു പെരുന്നാളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആദിബല പെരുന്നാളാണ്. ആദിബല പെരുന്നാളെന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം. നമ്മുടെ വർഷത്തിൽ ആദ്യമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു നമ്മൾ എന്ത് കൃഷി ചെയ്താലും നമുക്ക് ആദ്യം ഉണ്ടാകുന്നത് അത് പള്ളിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കുറേ വന്നിട്ടുണ്ട്. കോഴികൾ, ഇഞ്ചി, കപ്പ തുടങ്ങിയ ഒരുപാട് സാധനങ്ങളുണ്ട്. കായ്, പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, ഒരാളുകൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ ഇത് വെച്ചിട്ട് വെസ്പോഡ് പൊട്ടി വെച്ചിട്ട് മറച്ച് വെച്ചേക്കാണ്. ആളെ ഇപ്പം ഞാൻ പൊക്കി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ ആള്. കുഞ്ഞമൊയിൽ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഒരു വെള്ളമൊയിലും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിനെ കണ്ടില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. നല്ല അടിപൊളി ബീഫ് കറി, അതുപോലെ തന്നെ തോരൻ, നമ്മുടെ മോര് കറി എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഇന്ന് കഴിക്കുകയാണ്. നല്ല വെള്ളക്കാശല്ലേ, നല്ല വെള്ളക്കാശ്. 100 രൂപ കാശില്, 100 രൂപ കാശില്, 100 രൂപ. 110 രൂപ, 110 രൂപ ഒരു നേരം, 110 രൂപ, 110 രൂപ 2 നേരം, 110 രൂപ, 110 രൂപ, 120 രൂപ, 120 രൂപ ഒരു നേരം, 120 രൂപ 2 നേരം, 120 രൂപ, 120 രൂപ, 130 രൂപ, 130 ഒരു നേരം, 130, 130 രൂപ, 130, 130, 130 രൂപ, 140 രൂപ, 150 രൂപ, 150 രൂപ നേരം, 150, 150. പെരുന്നാളൊക്കെ
പെരുന്നാളൊക്കെ സമാപിച്ചു. അങ്ങനെ നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ചാച്ചയമ്മ എനിക്ക് കുറച്ച് എലിക്കുട്ടിയമ്മയ്ക്ക് കൊടുക്കാനായിട്ടുള്ള പലഹാരമൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോ കയറി, അത് കഴിഞ്ഞ് ബസ്സിൽ കയറി തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് അതേ ഷോ ഒക്കെ കാണിക്കുകയാണ്. ഞാൻ സാരി എടുത്തൊന്നും നിങ്ങളെ കാണിച്ചു തന്നില്ലല്ലോ. അപ്പോൾ അതേ അന്നക്കുട്ടി ചേച്ചി വന്നിരിപ്പുണ്ട്. അന്നക്കുട്ടി ചേച്ചിയോട് കുറച്ച് നേരം വർത്താനൊക്കെ പറയും. അപ്പോൾ അന്നക്കുട്ടി ചേച്ചിയുടെ ആളെത്തിയിട്ടുണ്ട് കേട്ടോ. എന്റെ അമ്മനെ കടിക്കാൻ ഞാൻ പോരും. എന്റെ വേണ്ട അങ്ങ് വരാം, അമ്മയുടെ വല്ലതും വരാം. അതിങ്ങനെ ചാടി വന്നോണ്ടോ? അത് കടിക്കുന്ന പിള്ളേരെ കടിക്കുന്ന പഠിക്കും. നാടകീയ രംഗം കളിക്കാൻ വരുന്നുണ്ടോ? പെരുന്നാൾ കഴിഞ്ഞ് വന്നതിൻ്റെ പരിപാടി ദേ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇതേ പിള്ളേരുടെ കൂടെ കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ചു. അവന്മാർ എന്നെ അവിടെ ഇരുത്തത്തില്ല. അവന്മാർ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ എന്നെയും വിളിക്കും. അപ്പോൾ ഞാനും അവന്മാരുടെ കൂടെ കളിക്കാൻ കൂടി. അപ്പം അവിടെ വീണ് കിടന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ചാമ്പങ്ങ എടുത്തിട്ട് എറിഞ്ഞ് കളിക്കുമായിരുന്നു. മേത്ത് കൊള്ളുന്ന ആളിൽ ഔട്ടാവും. അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഞാനും എബനേസറും എറിയുകയാണ്. ക്രിസ്റ്റിയുടെ മേത്ത് കൊണ്ട് അടുത്ത ആൾ അവിടെ നിന്ന് അടുക്ക് നിൽക്കണം. അങ്ങനെയുള്ളൊരു കളിയായിരുന്നു. രസമായിരുന്നു കേട്ടോ. കുറേ നേരമൊക്കെ ഞാൻ അവന്മാരുടെ കൂടെ കളിച്ചു. അപ്പോൾ നമ്മുടെ വീട് ഇന്ന് അത്രയേ ഉള്ളൂ. പിന്നെ മേലത്തെ വീട്ടിൽ കല്യാണമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അവരുടെ റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 പിള്ളേർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവന്മാരെയൊക്കെ കളിക്കാൻ വിളിച്ചാൽ അവരൊന്നും വരുന്നില്ല. അവർക്ക് ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ മടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് റോട്ടിൽ കിടന്നിട്ടുള്ള കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയണം എങ്ങനെയുണ്ടായിരുന്നെന്ന്. എനിക്ക് രാവിലെ ഇൻട്രോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതുപോലെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ പോയത്. പിന്നെ സാരിയൊക്കെ ഞാൻ ഈ പ്രാവശ്യം തന്നെയാണ് ഉടുത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ബൈ. ഫോട്ടോസ് കണ്ടിട്ടേ പോവുള്ളൂ കേട്ടോ.